വളരെയധികപ്പെട്ടവരാണ്. ഇതിനകത്ത് നിന്ന് മടങ്ങി പോകുന്നതിന് മുൻപ് അവൻ 100% എനിക്ക് ഉറപ്പുണ്ട്. കാത്തിരിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് വന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ കാത്തിരുന്ന ചിലവരുടെ അവരുടെ ഹോളി സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുമോ? മതത്തിന്റെ രാജാവ്, രാജാവി രാജാവ്, കർത്താവി കർത്താവ്, വരുവാനുള്ളവൻ, ആൽഫ ഓമേഗ, മതത്തിന്റെ രാജാവ്, രാജാവി രാജാവ്, അവൻ ആദിലൊക്കെ പ്രേരിപ്പിക്കുന്നവൻ, മതത്തിന്റെ ഉടയവൻ, മരുഭൂമിയുടെ അപ്പൻ, മരുഭൂമിയിൽ സംസാരിക്കുന്നവൻ, രാജാവി രാജാവ്, ചിലെ നീ ഒരു പ്രഭാഷകനാണ്.
വേഗത്തിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം ചെറിയൊരു സന്ദേശം, എന്നാൽ വലിയ ആഴമേറിയതും ശക്തമായ ആത്മീയ സന്ദേശം. ഹല്ലേലൂയ. കുറച്ച് സമയങ്ങളെ എന്റെ കൈകളിലുള്ളൂ. ആമേൻ. കുറെ ആമുഖ വാചകങ്ങൾ പറഞ്ഞ് സമയം കളയാതെ വേഗം തിരുവചനത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആഗ്രഹത്തോടെയും വളരെ പ്രാർത്ഥനയോടെയും തികഞ്ഞ ദൈവശ്രദ്ധയോടെയും ദൈവസന്നിധിയിലായിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിന്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക ചരിത്ര ഗ്രന്ഥമാണ് പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തി. ലൂക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ തെയോഫിലോസിന് ലേഖനം എഴുതിയപ്പോ ആമേൻ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ചരിത്രമല്ല, മറിച്ച് അപ്പോസ്തലന്മാരിലൂടെ ആമേൻ പരിശുദ്ധാത്മാവ് ചെയ്ത ചരിത്രമാണ് അപ്പോസ്തലനായ ലൂക്കോസിന് പറയാനുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നു. അസാധാരണമാകുന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ചകളാണ്. നിങ്ങളൊന്നും വിടാതിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാൽ എനിക്ക് തന്നിരിക്കുന്ന സമയം വളരെ ലഘുവായ സമയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ദൂത് പറയാം. ഇത് പറയാതെ പോയാൽ എന്നോട് എന്റെ ശുശ്രൂഷയോട് കാണിക്കുന്ന ഒരു നീതികേടായി പോകും. ഇന്ന് രാത്രിയിൽ ആമേൻ ദൈവജനമേ, ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ തൊടാൻ ഇന്ന് ആത്മാവ് റെഡിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി അന്യഭാഷ പ്രാപിക്കുവാൻ വേണ്ടി ഒരു അന്യഭാഷയുടെ അധികാരം എനിക്ക് ആവശ്യമുണ്ട്. കൃപാവരത്തിന്റെ മാന്റിൽ എനിക്ക് ആവശ്യമുണ്ട്. ആമേൻ പ്രവചിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആമേൻ കൃപാവരത്താൽ രോഗികളെ സൗഖ്യമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വെറുതെ ഇരിക്കരുത്, ആവേശത്തോടെ ചിലത് സ്വീകരിക്കാൻ റെഡിയായിരുന്നോ? ഏകദേശം 14 വർഷമായി ഞാൻ കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങിയിട്ട്. 14-15 വർഷങ്ങളോളം കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്, കൃപാവരത്തോടെ ആമേൻ കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും തന്നെ വർഷമായി. ആമേൻ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കൂടെ ഉള്ളവരെല്ലാം അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. പോകുന്ന സ്ഥലത്തെല്ലാം അഭിഷേകത്തിന്റെ ഒരു പകർച്ച കാണാൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഇന്നലകളിലെ അനുഭവങ്ങളെ വെച്ചല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്തോ പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. അവൻ ചർച്ച നിങ്ങൾ മിണ്ടാതിരിക്കുമെങ്കിൽ അവൻ മിണ്ടാതിരിക്കരുത്. കൈയടിക്കുവാണെങ്കിൽ നല്ലതുപോലെ കൈയടിക്കണം, സ്വീകരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ സ്വീകരിക്കണം. അതുകൊണ്ട് ടൈമില്ല, അവൻ സ്വീകരിക്കാൻ ഒരുപാടുണ്ട്, പറയാൻ കുറച്ചേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഇഹലോക വാസത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് വാതിലടച്ചിരിക്കുമ്പോൾ
ശിഷ്യന്മാരുടെ അടുക്കൽ വാതിൽ തുറക്കാതെ യേശു അവരുടെ അടുക്കൽ വരിക. എന്നിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു, ശാലോ, നിങ്ങൾക്ക് സമാധാനം. യേശു പറഞ്ഞത്, ഇതിനു മുൻപേ യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നത് നിങ്ങൾക്ക് സമാധാനം തരാനാണ്. ഞാൻ പോയാൽ ആ സമാധാനം നഷ്ടപ്പെടുകയില്ല. എന്റെ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, അവൻ നിങ്ങൾക്ക് സമാധാനം തരും. അവൻ സമാധാനം തരുന്ന കാര്യസ്ഥനെ യേശു നമ്മുടെ ഇടയിൽ അയച്ചിട്ടാണ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതെന്ന് ഇതിനു മുൻപേ യേശു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അവൻ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ യേശു അവരെ നോക്കി പറയുകയാണ്, അവൻ നിങ്ങൾക്ക് സമാധാനം, അവൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എന്നിട്ട് യേശു ചെയ്ത ഒരു പ്രൊഫറ്റിക് ആക്ഷൻ ഉണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ യേശു ചെയ്തത് എങ്ങനെയാണ്? അവരുടെ മേൽ ഊതി. ഹല്ലേലൂയ. യേശു അവരുടെ മേൽ എന്ത് ചെയ്തു? ഊതി. അവൻ പ്രാപിക്ക എന്ന് പറഞ്ഞതിന് ശേഷം യേശു ഒരു പ്രൊഫറ്റിക് ആക്ഷൻ ചെയ്യുകയാണ്, അവരുടെ മേൽ ഊതുകയാണ്. അവൻ മനുഷ്യന് ജീവൻ നൽകുക, മനുഷ്യന്റെ നാഡീ നരമ്പുകൾക്ക് ജീവൻ നൽകുക, മനുഷ്യന് പ്രാണൻ ലഭിക്കുവാൻ, മനുഷ്യന് ജീവൻ ലഭിക്കുവാൻ പിതാവായ ദൈവം ആദിയിൽ മനുഷ്യന്റെ മൂക്കിന്മേൽ ജീവശ്വാസം ഊതി. അവൻ ജീവശ്വാസം ഊതിയപ്പോൾ എന്താണ് സംഭവിച്ചത്? വെറും ശില്പമായിരുന്ന അവൻ മനുഷ്യൻ ജീവനുള്ള ദേവിയായി മാറി. പാപം ചെയ്തപ്പോൾ ജീവനുള്ള ദേവി മരിച്ചുപോയി. എങ്കിലും അവൻ തന്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എന്നിട്ട് അവരുടെ മേൽ ഊതി. ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ ശ്രദ്ധ വളരെയധികം വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ ചെന്ന് രാപ്പാർക്കുക. അവരോട് യേശു പറയുകയാണ്, നിങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും യേശു പറയുകയാണ്, നിങ്ങൾ വീണ്ടും പ്രാപിക്കണം. 2 പ്രാവശ്യം പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ യേശു പറയും. അതായത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ബുക്ക് ഇവിടുത്തെ വർഷീയറായിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നത് വളരെ അനാവശ്യമാണ്. അരുൺ നല്ല പേര് അരുൺ ഞാൻ കൊടുക്കുകയാണ്. ഇത് നീ പ്രാപിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത ശേഷം അരുൺ പറയുകയാണ്, ഈ ബുക്ക് ഇനിയും വേണമെങ്കിൽ കാത്തിരിക്കണം. വാസ്തവത്തിൽ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. ഈ ബുക്കിന് വേണ്ടി അദ്ദേഹം ഇനി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അതെന്താ ചെയ്യണ്ടേ? ഈ ബുക്ക് ഇദ്ദേഹം യൂസ് ചെയ്യണം, അല്ലേ? പക്ഷേ ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന ആശയം ഇതാണ്, നീ പരിശുദ്ധാത്മാവിനെ മേടിച്ചോ, പക്ഷെ ഈ പരിശുദ്ധാത്മാവിന്റെ പുറകെ ഒരു ശക്തി വരുന്നുണ്ട്. ഇതിനൊരു ശക്തിയുണ്ട്. ഈ ശക്തി നീ പ്രാപിക്കണം. ഈ ആദ്യത്തെ കൊടുപ്പിന് അല്ലെങ്കിൽ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് കൊടുത്തപ്പോൾ അതിന് പറയുന്നത് ആന്തരിക നിറവെന്നാണ്. ഇന്നർ ഫീലിംഗ് എന്നാണ് പറയുന്നത്. ആന്തരിക നിറവ്, അതായത് അവൻ പരിശുദ്ധാത്മാവ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ആന്തരികമായി ഉണ്ട് എന്നുള്ളത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന തെളിവാണ്. അവൻ കൊരിന്ത്യലേഖനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ മർമ്മമാകുന്ന ക്രിസ്തു, ആ ദൈവത്തിന്റെ മർമ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണമെന്ന് കൊരിന്ത്യലേഖനം പഠിപ്പിക്കുമ്പോൾ, ക്രിസ്തു എന്ന് പറയുന്ന രക്ഷിതാവിനെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവുണ്ടായാലേ മതിയാവുകയുള്ളൂ. കൊരിന്ത്യലേഖനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇതിനകത്ത് അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുള്ളതാണ് അതിന്റെ അർത്ഥം. ദുരുപദേശം അല്ല. അതിന്റെ അർത്ഥമാണ് ആന്തരികമായൊരു നിറവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ
ആ നിറവ് കൊണ്ട് കാര്യമില്ല. ആ നിറവ് കൊണ്ട് കാര്യമില്ല. ആന്തരികമായി പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ്, നടത്തിപ്പ് ഉള്ളത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ആ ഗൈഡൻസ് നിങ്ങൾ ലീഡ് ചെയ്യണം. ആ ആത്മാവ് നിന്നെ അവൻ നയിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് ഉള്ളത് കൊണ്ട് കാര്യമില്ല. ഈ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കണം. അതുകൊണ്ടാണ് പൗലോസ് സഭയോട് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടത്തി. മനസ്സിലാവുന്നുണ്ടോ? അതായത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അല്ല നിങ്ങൾക്ക് വേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ റൂളിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വമാണ് നിങ്ങൾക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ അധികാരമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ അധികാരം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറിയ ആവശ്യമാണ്. ഈ അധികാരം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഒന്നാമത്തെ സ്റ്റേജ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. അടുത്ത സ്റ്റേജ് ശക്തി ലഭിച്ചിട്ട്, മനസ്സിലാവുന്ന പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉള്ളിൽ വരുമ്പോ അടുത്ത സ്റ്റേജ് നിങ്ങൾ ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുമ്പോൾ എന്താണ് അർത്ഥം ഉണ്ടാകുന്നത് അറിയാമോ? നിങ്ങൾ ശക്തി പ്രാപിച്ചാൽ നിങ്ങൾ വീട്ടിലിരിക്കത്തില്ല, നിങ്ങൾ പുറപ്പെടും. ഒന്നാമത്തെ ഒരു ആത്മീയന് യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്നത് ആന്തരികമായി പരിശുദ്ധാത്മാവ് അവനെ ഗൈഡൻസ് ചെയ്യുന്നു, ഒരു നടത്തിപ്പ് ഉണ്ടാകുന്നു. പക്ഷേ ആ നടത്തിപ്പ് ഉണ്ടാകുമ്പോൾ അടുത്ത ഒരു സ്റ്റേജ് ഉണ്ട്, അടുത്തൊരു ലെവലുണ്ട്, അടുത്തൊരു ഘട്ടമുണ്ട്. എന്താ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചാൽ നീ പെരുമയിൽ ഇരിക്കത്തില്ല, നിന്റെ അടുക്കളയിൽ ഇരിക്കത്തില്ല, നിന്റെ റൂമിനകത്ത് ഇരിക്കത്തില്ല. നീയാണ് നിന്റെ ദേശത്തേക്ക് വരണം, അത് കഴിഞ്ഞാൽ നിന്റെ ജില്ലയിലേക്ക് വരണം, അത് കഴിഞ്ഞാൽ നിന്റെ രാജ്യത്തിലേക്ക് വരണം, അത് കഴിഞ്ഞാൽ ഭൂമിയുടെ അറ്റത്തോ ഇവർ മാറിയാണ്, ഇവർ മാറിയാണ്. എന്താണ് നിന്റെ നിന്റെ ഭൂമിയുടെ അറ്റത്തോ ഓടിക്കുന്ന, നിന്റെ ഭൂമിയുടെ അറ്റത്തോ ഓടിക്കുന്ന ദൈവത്തിന്റെ കൈകടത്തിലുള്ള ആ ശക്തി വേണമെങ്കിൽ സ്വീകരിച്ചോ, ആ ശക്തി വേണമെങ്കിൽ അന്യഭാഷയോടെ ഞാനിത് പറയുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ശക്തി വരുമ്പോഴാണ് അന്യഭാഷ പറയുന്നത്, ശക്തി വരുമ്പോഴാണ് പ്രവചിക്കുന്നത്, ശക്തി വരുമ്പോഴാണ് കൃപാവരങ്ങളാൽ ശുശ്രൂഷിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ശക്തി വരുമ്പോഴാണ് പുറപ്പെടുന്നത്, ശക്തി വരുമ്പോഴാണ് നിങ്ങൾ സാക്ഷിയാകുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഭാഗമാണ്. പക്ഷെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ആമേൻ. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിവിടെ ഉണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എന്നിൽ ആത്മാവിന്റെ നടത്തിപ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഭയങ്കര പാടാണ്. അയ്യോ പാസ്റ്റർ, എന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ഇന്നലെ കള്ളം പറഞ്ഞവനാ, ഞാൻ ഇന്നലെ കുടിച്ചവനാ, ഞാൻ ഇന്നലെ ഞാൻ ഇപ്പോഴും തെറ്റുകാരനാ. പക്ഷെ നീ ഇവിടെ വരാൻ നിന്റെ മനസ്സ് അനുവദിച്ചല്ലോ, ആ മനസ്സ് ആ ഗൈഡൻസ് ഉള്ളതുകൊണ്ടാണ്.
ഇവിടെ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്ര പേരുണ്ട്? അവരാരും ഇവിടെ വന്നില്ലല്ലോ. പക്ഷെ നിനക്ക് ഇവിടെ വരാൻ തോന്നിയത് ആ ഗൈഡൻസ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധ, ഞാൻ ഒരു കാര്യം കേറി പറയാം, എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിശുദ്ധനാക്കാൻ വേണ്ടിയാണ് ഹോളി സ്പിരിറ്റ് ദൈവം നിങ്ങളുടെ മേൽ തരുന്നത്. പാപത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരുന്നവന്റെ മേൽ വരുന്നല്ല, വരുത്തുവാൻ പരിശുദ്ധാത്മാവ് വരും. ആമേൻ. യഹോവയുടെ അഭിഷേകം നിന്റെ മേലുണ്ട്. ആമേൻ എന്ന് യോഹന്നാൻ ലേഖനം പറയുമ്പോൾ അതേ ലേഖനം പറയുകയാണ്, അവന്റെ അഭിഷേകം നിന്നെ ഉപദേശിക്കും. യോഹന്നാന്റെ ലേഖനം വായിക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നിന്നെ ഉപദേശിക്കും, നേർവഴിയിൽ നടത്തുവാൻ, പാപബോധം തരുവാൻ പരിശുദ്ധാത്മാവ് രംഗപ്രവേശനം ചെയ്യുകയാണ്. അതുകൊണ്ട് പാപമില്ലാത്ത നിന്റെ മുകളിലേക്ക് വരാനല്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. തെറ്റിക്കിടക്കുന്ന നിന്റെ മേലിൽ പരിശുദ്ധാത്മാവ് വന്ന് ആ തെറ്റിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത് വിശുദ്ധിയുടെ ഭാരതമാകുന്ന സീലയിൽ നിന്നെ കൊണ്ടുവരികയാണ് ദൈവം വരുന്നത്. നിങ്ങൾ വിശ്വസിക്കേണ്ട ഇത്രമാത്രം, യേശുവിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട്. ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടത് എന്തിനാണെന്നറിയോ? ശക്തിക്ക് വേണ്ടിയാണ്. ശക്തി വെളിപ്പെടുമ്പോഴാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. ബൈബിളിൽ തെളിവ് പറയാം. യേശു പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ നഗരത്തിൽ ചെന്ന് ഞാൻ പാർക്കണം. 120 പേർ ബൈബിൾ പഠിപ്പിക്കുന്നു, ഏകദേശം 120 പേർ. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം നമ്മൾ വായിച്ച ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു, 120 പേർ മാർക്കോസിന്റെ മാളികമുറിയിൽ ഒരുമിച്ച് കൂടി ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് പദങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. ആത്മാവ് അകത്തു വന്നവർ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആത്മാവ് അകത്തു വന്നവർ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കയറുന്നത്. ആത്മാവ് അകത്തു വന്നവർ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ശക്തി എന്തിനാണ് അറിയാമോ? അകത്ത് സൂക്ഷിക്കാനല്ല, പുറത്തേക്ക് ഒഴുക്കാനാണ്. നിങ്ങൾ ബൈബിൾ എവിടെയും നോക്കിക്കോ, ബൈബിളിൽ എവിടെയും നോക്കിക്കോ, പരിശുദ്ധാത്മാവിന്റെ പുറകെ ശക്തിയും വരുന്നുണ്ട്. ഞങ്ങളുടെ പ്രസംഗം വാക്കുകളുടെ വാക്കുകളല്ല. പൗലോസ് പറയുകയാണ്, ആ വാക്യത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശന ശാലയത്രേ. പൗലോസ് പറഞ്ഞാണ്, ഞങ്ങളുടെ പ്രസംഗം വെറുതെ വാക്കുകളല്ല, ഞങ്ങളുടെ പ്രസംഗം വശീകരണമല്ല, ഞങ്ങളുടെ പ്രസംഗം പരിശുദ്ധാത്മാവിന്റെയും, ഒന്നാമത്തെ സ്റ്റേജ്, അടുത്തത് ശക്തിയുടെയും പ്രദർശന ശാലയത്രേ. പരിശുദ്ധാത്മാവ് വന്നാൽ മാനസാന്തരം ഉണ്ടാകും. ശക്തി വന്നാൽ നീ ദേശത്തിന് മുൻപിൽ സാക്ഷിയാകും. ഭാഗത്തിൽ മുന്നോട്ട് വരട്ടെ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ ശക്തിക്ക് വേണ്ടി മാളികമുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരുടെ പ്രത്യേകത, അവർ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ വന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്. മകളുടെ ഫീസ് അടയ്ക്കണം, മകളുടെ കല്യാണം നടക്കണം, എന്റെ കല്യാണം നടക്കണം, ജോലി കാര്യങ്ങൾ, വീട് വെക്കണം, വസ്തു കാര്യങ്ങൾ, മകളുടെ ജോലി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മേലുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതാകുന്ന പ്രശ്നങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കും. പക്ഷെ ദൈവം സ്വർഗത്തിലിരുന്ന് വ്യാപാരഭവനിലേക്ക് നോക്കുമ്പോൾ ഞാനിവിടെ ഒരു കൂട്ടം ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, പക്ഷേ ഇവർക്ക് ഒരു മനസ്സില്ല. ഇവരെല്ലാം പല വിഷയങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ മാളികമുറിയിലേക്ക് സ്വർഗം നോക്കിയപ്പോൾ അവരെല്ലാവരും ഒരു വിഷയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. പല മനസ്സില്ലായിരുന്നു, ഒറ്റ വിഷയം. അവരുടെ വിഷയം പറയുന്നത് ഒറ്റ ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ടാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചു പോകുന്നു. ഒരു
പെരുവാപട്ടണത്തിനകത്ത് നിന്നും ഒരു കൂട്ടം എഴുന്നേറ്റാൽ എത്ര കൊടി കെട്ടിയാലും അവൻ സഭ തകർന്നു പോകുന്നില്ല. ചിലർക്ക് മനസ്സിലായി. അവൻ എത്ര കൊടി കെട്ടിയാലും അവൻ സഭ മുടിയത്തില്ല. സഭ പണിയവന്റെ ചെയ്യും. സഭ പണിതത് അവൻ ഡോളറിന്റെ വലിപ്പത്തിനകത്തല്ല സഭ പണിതത്, മറിച്ച് സഭ പണിതത് അവന്റെ പുണ്യമായ രക്തത്തിനകത്തായതുകൊണ്ട് സഭ ഒരിക്കലും തകരത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാലയത്തിനകത്ത് കൊടികെട്ടിയ വീഡിയോ നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ കണ്ടില്ലേ? അതില് കണ്ടോ? ഞാൻ മുമ്പേ എന്റെ സഹോദരന്മാരെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര കൊടി കെട്ടിയാലും ആമേൻ പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം സഭയെ തകർക്കാൻ പറ്റത്തില്ല. തകർത്തില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം എത്ര കൊടി കെട്ടിയാലും അച്ഛൻ കൊടി കെട്ടി തുടങ്ങിയോ ഞങ്ങളുടെ ഭവനക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഭവനക്കാൻ പോവുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം ഒരു മനസ്സോടുകൂടി ഒരു കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്നത് അവർ കണ്ടു. അവർ കൊടിയ കാറ്റടിക്കുന്നത് അവർ കണ്ടു. ബൈബിൾ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് rushing mighty wind എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പാഞ്ഞെത്തുന്ന ശക്തിയുള്ള കാറ്റ്. പാഞ്ഞെത്തുന്ന ശക്തിയുള്ള കാറ്റ്. അതായത് പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു. ഒന്ന്, അവർ കാറ്റടിക്കുന്നത് അവർ അനുഭവിച്ചു. രണ്ട്, അവർ ശബ്ദം കേട്ടു, വലിയൊരു മുഴക്കം കേട്ടു. മൂന്ന്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി അവർ കണ്ടു. അനുഭവിച്ചു, കേട്ടു, കണ്ടു. അനുഭവിച്ചു, കേട്ടു, കണ്ടു. അവൻ അനുഭവിച്ചപ്പോ, കേട്ടപ്പോ, കണ്ടപ്പോ താഴെ എഴുതിയിരിക്കുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ്. കിട്ടിയില്ല ഒന്നുകൂടെ പറയാം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവരുടെ ഇടയിലേക്ക് ഒരു അന്തരീക്ഷം വരപ്പെട്ടു. ഒരു കാറ്റ് അവരുടെ ശരീരത്തിൽ തൊട്ടുപോയി. അവർ അനുഭവിച്ചു. രണ്ട്, അവർ ഒരു വലിയ മുഴക്കം കേട്ടു. അടുത്തത്, അവർ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, കണ്ണിന്റെ മുൻപിൽ പ്രത്യക്ഷമായി. അതാ ഞാൻ പറഞ്ഞേ, അനുഭവിച്ചു, കേട്ടു, കണ്ടു. അടുത്ത വാക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? കേട്ടപ്പോ, കണ്ടപ്പോ, അനുഭവിച്ചപ്പോ എല്ലാവരും പരിശുദ്ധമാവുകയാണ്. ഈ മൂന്ന് തരത്തിലുള്ള അനുഭവങ്ങൾ പഴയ നിയമത്തിൽ നടന്നിട്ടുണ്ട്. ഒരുവൻ ഹോരേബിന്റെ മലമുകളിലേക്ക് കയറിപ്പോവുകയാണ്. പേര് മോശ എന്നാണ്. 40 വർഷം ഇത്രോവിന്റെ ആടുകളെ മേയിച്ച് അവന്റെ നാവ് തടിച്ചു. ഈ മനുഷ്യൻ ചെറിയ ആളുകളല്ല. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ മിസ്രൈമിന്റെ സകല അഭ്യാസങ്ങളും അറിഞ്ഞവരായിരുന്നു മോശ. ഈ മനുഷ്യൻ ഹോരേബിന്റെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അവൻ കയറിപ്പോകാനുള്ള കാരണം താഴ്വരയിൽ നിന്നൊരു കാഴ്ച കണ്ടു. എന്താണ് അവൻ കണ്ടത്? ഒരു തീ കണ്ടു. അവൻ തീ കണ്ട് അവൻ അടുത്തോട് ചെന്നപ്പോ അവൻ കാണുന്നത് അടുത്തത് എന്താ അറിയാമോ? അവൻ കേട്ടു, തീയിൽ നിന്നൊരു ശബ്ദം വരികയാണ്. അവൻ തീ കണ്ടപ്പോ, തീയിൽ നിന്ന് ശബ്ദം കേട്ടപ്പോ അടുത്തത് ആ തീ അവൻ അനുഭവിച്ചു. ഇവൻ കണ്ടു, ഇവൻ കേട്ടു, ഇവൻ അനുഭവിച്ചു. ഹോരേബിൽ നിന്ന് ഇറങ്ങിയത് ഇത്രോവിന്റെ മരുമകനായിട്ടല്ല, മറിച്ച് ഹോരേബിൽ ഏറിയത് 40 ലക്ഷത്തിന്റെ നവോത്ഥാന നായകൻ.
അങ്ങോട്ട് കയറിപ്പോയത് ഇടയനായിട്ടാണ്. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇടയനല്ല, 40 ലക്ഷത്തിന്റെ പാസ്റ്ററായിട്ടാണ്. അവൻ അങ്ങോട്ട് പോയത് ഇത്രോവിന്റെ വരുവയാണ്. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് മിസ്രൈമിന്റെ ചരിത്രത്തെ കീഴിൽ വഹിക്കുന്ന നവോത്ഥാന നായകനായിട്ടാണ്. അങ്ങോട്ട് കയറിപ്പോയത് കുറച്ച് മുക്കുവന്മാര്, അവൻ ചുങ്കക്കാരൻ, ഇവരൊക്കെ അങ്ങോട്ട് കയറിപ്പോയത്. പക്ഷെ ഇങ്ങോട്ട് കയറി ഇറങ്ങി വരുന്നത് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയായിരിക്കുന്ന അവൻ നിരവും പോലെ അത്ഭുതം ഏൽപ്പിക്കുന്ന ഒറ്റ പ്രസംഗത്തിൽ ഭൂതങ്ങളെ വിസർപ്പിക്കുന്ന ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന ഇതിനകത്ത് ഇതൊരു മാളിക മുറിയാണ്. ഇതൊരു മാളിക മുറിയാണ്. കർത്താവിന്റെ ദാസനെ, നിങ്ങൾ ഇന്ന് ഇവിടെ ആശീർവാദം പറഞ്ഞു നിർത്തിയാൽ അടുത്ത മാളിക മുറി ഇവിടെ ഓപ്പൺ ആക്കിക്കോണം. ദൈവാസം മാളിക മുറി ഇനി ഇവിടെ നടത്തും. അപ്പറും ഇവിടെ വീണ്ടും നടക്കും. നിന്റെ ദേശത്തെ ദൈവത്തിന്റെ ദാസൻ നടത്തും. അങ്ങോട്ട് കയറി വന്നത്, ഇങ്ങോട്ട് കയറി വന്നത് ഫെമിനായിട്ടാ, ആൻസി ആയിട്ടാ, ലിജു ആയിട്ടാ, നിങ്ങളുടെ പേര് എനിക്ക് അറിയത്തില്ല, വിനൂപായിട്ടാ. അവൻ സാധാരണക്കാരൻ, വീണവൻ, തകർന്നവൻ. അയ്യോ, അവനെ നോക്ക്, അവൻ പ്രാർത്ഥനക്കാരനാണ്, അവൻ കൊട്ടിപ്പാടാൻ പോവുകയാണ്. ഇവൻ നന്നാവത്തില്ല. എവിടെ പോകുക? കറുത്ത ബൈബിളിലൂടെ ദേശത്തെ നാണം കെടുത്താൻ നിങ്ങൾ നോക്കി ഒത്തിരി പേരുമാർ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇറങ്ങി പോകുന്നത് അവൻ സാധാരണ നിന്റെ പേരുകൊണ്ടല്ല, നീ ഭൂലോകത്തെ ചലിപ്പിക്കാൻ പോവുകയാണ്. അയ്യോ പാസ്റ്റർ, എനിക്ക് 45 വയസ്സായി, 80 വയസ്സായി, 60 വയസ്സായി. ഈ നേരങ്ങൾ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് നിന്റെ പഞ്ചായത്തിന്റെ കാലക്കാരൻ നീയാണ്. ശക്തി ഒറ്റക്കാരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കിട്ടിയത് അപ്പൊ ഇവിടെ വന്നത് പരിശുദ്ധമായ ഗൈഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടത് ശക്തിക്ക് വേണ്ടിയാണ്. ദൈവത്തോട് പറയുക, ദൈവമേ, എന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തിയാകണമേ. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് ഇറങ്ങുന്നതിന് മുൻപേ അന്യഭാഷയുടെ വലിയൊരു ശക്തി എന്റെ മേൽ ധരണമേ എന്ന് നീ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ഒറ്റ സെക്കൻഡോട് നിന്റെ മേൽ ശക്തി ഇറങ്ങുകയും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് സാധാരണക്കാരനാണ്, പക്ഷെ അങ്ങോട്ട് പോകുന്നത് സാധാരണക്കാരനായിട്ടല്ല, അസാധാരണക്കാരനായിട്ടാണ്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് ഏലീശ എന്നാണ്. ഏലീശ അവന്റെ റൂമിനകത്തിരുന്ന് അവന്റെ പ്രാർത്ഥനാലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അരാം സൈന്യം ഇസ്രായേലിന് നേരെ താഴെയിറങ്ങുന്നു. അവർ യുദ്ധം ആലോചിക്കുന്നു. പക്ഷേ അവർ ചെയ്യുന്ന അജണ്ടകളെല്ലാം പ്രാർത്ഥനാ മുറിയിലിരിക്കുന്ന പ്രവാചകൻ തിരിച്ചറിയുന്നു. കാരണം പ്രാർത്ഥനാ മുറിയിലിരിക്കുന്ന പ്രവാചകൻ ഇസ്രായേലിന്റെ കാവൽക്കാരനാണ്. മൊട്ടത്തലയെന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കൽ ഏറ്റുവാങ്ങിയവരാണ്. പക്ഷെ ഇവരാണ് ദേശത്തിന്റെ കാവൽക്കാരൻ. മനസ്സിലാകുന്നുണ്ടോ? അവൻ മൊട്ടത്തലയാന്ന് വിളിച്ച് കുഞ്ഞുങ്ങൾ ഇവനെ കളിയാക്കാൻ ഭാഗത്തിന് ഇവന്റെ ശരീരപ്രകൃതം ഒരു പരിഹാസമാണ്. പക്ഷെ ഈ പരിഹാസപ്പെടുന്ന വ്യക്തിയാണ് ദേശത്തിന്റെ കാവൽക്കാരൻ. സൈന്യത്തിന് ഒരു എത്തും പിടിയും കിട്ടത്തില്ല. രാജാവ് എല്ലാവരെയും വിളിച്ചിട്ട് നിരത്തി നിർത്തിയിട്ട് നമ്മുടെ ഇടയിൽ ഒരു ചാരനുണ്ട്. കാരണം നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നതല്ല, അവിടെ ചെന്ന് ആരോ പറയും അവൻ പെട്ടെന്ന് പറഞ്ഞു ചാരനുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഒരു ചാരി എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ചാരനുള്ളതുകൊണ്ടല്ല, അവിടെ പ്രാർത്ഥിക്കുന്ന ഏലീശ ഉള്ളതുകൊണ്ടാണ്.
വർദ്ധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഒരുത്തന് അവൻ കാവൽക്കാരനായി നിൽക്കാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ഈ കാലഘട്ടത്തിൽ നിന്റെ ദേശത്തിന് മാത്രമല്ല നമ്മുടെ ഭൂഖണ്ഡത്തിന്റെ കാലഘട്ടങ്ങളിലുള്ള അയാളുള്ള ആരെങ്കിലും ചായ ദൈവസഭയിൽ എഴുന്നേൽക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചായ ദൈവസഭയിൽ എഴുന്നേൽക്കുക, ചായ ദൈവസഭയിൽ എഴുന്നേൽക്കുക. നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് അവരുടെ മുഖാമുഖം നോക്കി അവരുടെ തോളത്ത് കൈവച്ച് ഹല്ലേലൂയ കുറച്ചു നേരം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുഖാമുഖം നോക്കിയാണ് നിങ്ങളെ പറ്റുകയില്ല. കുറച്ചു നേരം സമയമില്ലാത്തതുകൊണ്ട് എന്റെ മുഖാമുഖം നിർത്തണം. നമ്മൾ തുടങ്ങിയത് താമസിക്കാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ വചനങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആർക്കെങ്കിലും പേര് കിട്ടിയില്ലെങ്കിൽ അവൻ ദൈവദാസന്മാർ എല്ലാവർക്കും ഹല്ലേലൂയ ഒരാൾ ഈ ദൈവദാസന്റെ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറകിലേക്ക് ഇരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളിപ്പോൾ അയച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അഭിഷേകം പ്രാപിച്ചവരാടുത്ത് നിൽക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾ അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
മുമ്പിൽ നിന്ന് ആഹാരം രഥങ്ങളോട് ഓടിക്കിട്ട് ഏലിയാവിനോട് പറഞ്ഞു, ബൈ ബൈ ഏലിയാവേ, നീ ജീവനോടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞ് ആഹാരം ബൈ ബൈ പറഞ്ഞ് രഥത്തെ സ്റ്റാർട്ട് ചെയ്ത് ഓടിയപ്പോ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആഹാരം നോക്കി മുൻപ് എന്തോ ചലിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോ ടാറ്റ ബൈബിൾ വിട്ടിട്ട് വന്ന് അവൻ ടാറ്റ ബൈബിൾ വിട്ടിട്ട് വന്ന പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രഥത്തിലെന്ന് ഓടുന്നു. പരിശുദ്ധമായ ശക്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ തീ വെളിപ്പെട്ട അതിന്റെ അർത്ഥം അവൻ ജീവന്റെ ഉത്തരമായെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവം തീയുടെ ഉത്തരമായ ദൈവമാണ്. ചില ചോദ്യങ്ങൾ അവന്റെ പകച്ചു നിൽക്കുന്ന ആരെങ്കിലും എന്റെ മുന്നിൽ കേട്ടുപോയെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുകയാണ്. എന്റെ യേശു തീയോട് മുക്തി മിഷനുമായി ഒരു ക്യാമ്പ് സൈറ്റ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായി. കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സ്ത്രീകൾക്ക് നേതൃത്വം നൽകുന്നത് പണ്ഡിറ്റ് രമാഭായ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിൽക്കുന്ന വീട്
നിന്ന് കത്തുകയാണ്. ദേശക്കാരെല്ലാം ഓടി വന്ന് ആ കത്തുന്ന തീയിലേക്ക് വെള്ളം എടുത്തൊഴിച്ചു. പക്ഷെ തീ കെടുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയപ്പോ തീ കത്തുന്നുണ്ട്. പക്ഷേ അവൻ ആ തീയുടെ ഒന്നും പറ്റുന്നില്ല. പ്രാർത്ഥിച്ചിറങ്ങിയ സ്ത്രീകളുടെ ശരീരം പൊഴിഞ്ഞു നിൽക്കുന്നു. പക്ഷെ അക്ഷരാർത്ഥത്തിലുള്ള തീ കാണാനില്ല. ആദ്യമായി ഇന്ത്യയിൽ അന്യഭാഷ സംസാരിച്ചത് ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ്. അവൻ പണ്ഡിതന്മാരാണ് ആദ്യമായിട്ട് അന്യഭാഷ സംസാരിച്ചത്. സ്ത്രീകളെ നിങ്ങളുടെ ഉണർവ് അവൻ കഴിഞ്ഞുപോയിട്ടില്ല. അടുക്കളക്കകത്ത് മാത്രമല്ല നിന്റെ ഉണർവ്. അടുക്കളക്കകത്ത് നിന്ന് മരവിത്തേക്ക് അവൻ ദൈവത്തിന്റെ കൊണ്ടുവരാൻ നിങ്ങൾക്കത് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവൻ പ്രാപിക്കാൻ കഴിയുന്നവർ നല്ലതുപോലെ പ്രാപിച്ചോ. ചില സൈറ്റുകൾ ചില പണ്ഡിതന്മാരുള്ള ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് ഞാൻ പ്രവചിച്ച അതിന്റെ ദൈവത്തോടെ പറയുന്ന അതിനെ സ്വീകരിച്ചോ. നിങ്ങൾ തീരുമാനം പോവുകയാണ്. ഭാരതത്തിൽ മറ്റൊരു പുസ്തകമുണ്ടായിരുന്നു, സാധു സുന്ദർ സിംഗ്. അദ്ദേഹം നടന്നു പോകുമ്പോ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. ദൈവത്തോട് സംഭാഷണം നടത്തും. പിറ്റേന്ന് തെരുവിലൂടെ നടക്കുമ്പോൾ വാതിൽ തുറന്ന് ആ ദൈവദാസനെ കാണുന്നവർ വിളിച്ചു വരും, യേശു പോകുന്നു, ക്രിസ്തു പോകുന്നു. അങ്ങനെയുള്ള ചരിത്രം പറയുന്ന ദൈവദാസന്മാർ ഉറങ്ങുന്ന മണ്ണിനകത്ത് അടുത്ത ഒരു സാധു സുന്ദർ സിംഗിനെ പോലെ അടുത്ത ഒരു അഭിഷേകമാണ് ആഗ്രഹമുള്ള ദൈവദാസന്മാർ ഇവരെ തുടങ്ങി നിങ്ങളെ തീരുമാനം പോവുകയാണ്. നിങ്ങൾക്കൊരു താല്പര്യമില്ല, ഞാനത് വരുത്തോളം ഞങ്ങളുടെ അടൂരികളിൽ ഞാൻ പ്രവചിക്കുകയാണ്. അവൻ കോട്ടകളിൽ ഞങ്ങൾ പ്രവചിക്കുകയാണ്. ദൈവത്തികളിൽ ഞാൻ പ്രവചിക്കുകയാണ്. തീരുമാനം പോവുകയാണ്. ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒരു തീ ആഗ്രഹിക്കുന്നവർ, ഒരു കൊടിയ കാറ്റ് പോലെ സ്പീഡ് ആഗ്രഹിക്കുന്നവർ, ശക്തി ആഗ്രഹിക്കുന്നവർ, ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. വാസ്തവത്തിൽ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല, പക്ഷെ സമയം നമ്മുടെ മുൻപിലല്ലോ. മറ്റൊരു ദിവസം നമുക്ക് ഒരുമിച്ച് കൂടാ. ചിലരുടെ വ്യക്തി അക്ഷരാർത്ഥത്തിൽ വീഴും. അക്ഷരാർത്ഥത്തിൽ ചില ദൂതന്മാരെ കാണും. അയ്യോ, അത് ഈ കാലഘട്ടത്തിൽ നടക്കുമോ? ബൈബിളുണ്ട്. യോഹന്നാൻ പത്മോസിൽ കണ്ടതുപോലെയുള്ള ദർശനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചിലർ കാണും. നിന്റെ പ്രാർത്ഥന മുറി ഡിവൈൻ വിഷൻസിന്റെ ഓപ്പൺ കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണ്. I very
അനുഗ്രഹിക്കണമേ കർത്താവ്. അപ്പോൾ അഭിഷക്തൻ കർത്താവ് നടുവിനോട് മടങ്ങിപ്പോയാണ് ഈ അഭിഷക്തന് പകരപ്പെട്ട അഭിഷേകം കർത്താവേ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നന്ദിയാണ്. ദൈവശക്തി വെളിപ്പെടുന്നത് നന്ദിയാണ്. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നന്ദിയാണ്. ആത്മാവിന്റെ പകർച്ച വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നന്ദിയാണ്. ഒരു വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നന്ദിയാണ്. ദൈവ നിയോഗപ്രകാരം നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള ഈ ജനുവരി 26 ഒരു പവർ മീറ്റിംഗ് പോലെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് പോലെ വെക്കണമെന്ന് തീരുമാനിച്ചു. അത് പ്രകാരം അമ്മേ പാപ്പച്ചപ്പാസ് അമ്മേ നമ്മുടെ അമ്മത്തിലിരിക്കുന്ന അഭിഷക്തൻ അതുപോലെ ദേവടച്ചായൻ നമ്മളെല്ലാവരും നമ്മൾ ചിന്തിച്ച പ്രകാരം തന്നെ നടന്നു. എന്നാൽ തന്നെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചത് ആരായിരുന്നു? മനുഷ്യനല്ല, പരിശുദ്ധാത്മാവായിരുന്നു. ഹല്ലേലൂയ. ഇത്